ജാനുവരി 13 കർത്താവിൻ്റെ ജ്ഞാനസ്നാന തിരുനാൾ. ലൂക്കായുടെ സുവിശേഷം 3 അധ്യായം 15, 16 വചനങ്ങളും 21, 22 വചനങ്ങളും. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഈശോയുടെ ജ്ഞാനസ്നാനമാണ്. ഇവിടെ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 21 വചനമാണ്. ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. യോർദാനിൽ സ്നാപക യോഹന്നാൻ്റെ അടുത്തേക്ക് ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ വരുന്നവർ, അഥവാ സ്നാനം സ്വീകരിക്കുന്നവർ 2 കൂട്ടരാണ്. 1 ജനം, 2 യേശു. ഇവർ 2 കൂട്ടരും സ്നാനം സ്വീകരിക്കുന്നത് ഒരേ സ്നാനം തന്നെയാണ്. ഒരേ ആളിൽ നിന്ന് ഒരേ നദിയിൽ മുങ്ങിയാണ് ഇവർ കയറുന്നത്. പക്ഷേ 2 കൂട്ടർക്കും ഉണ്ടാകുന്ന പരിണത ഫലം വ്യത്യസ്തമാണ്. ജനം വെള്ളത്തിൽ മുങ്ങിക്കയറുമ്പോൾ എന്തു സംഭവിക്കുന്നു? ഒന്നും പ്രത്യേകിച്ച് സംഭവിക്കുന്നതായിട്ട് സുവിശേഷകൻ പറയുന്നില്ല. എന്നാൽ ഈശോ വെള്ളത്തിൽ മുങ്ങി കയറുമ്പോൾ സംഭവിക്കുന്നത് 22 വചനത്തിൽ സുവിശേഷകൻ പറയുന്നു, പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ. അതായത് ജനം ജലത്തിൽ മുങ്ങിക്കയറുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. എന്നാൽ ജലത്തിൽ മുങ്ങുന്ന ഈശോ മുങ്ങിക്കയറുമ്പോൾ അവൻ നിറയുന്നത് അരൂപിയിലാണ്, ആത്മാവിലാണ്. ഇത് വലിയ വ്യത്യാസമാണ്. ഈ പദപ്രയോഗം കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അതിന് തമിഴിൽ ഉപയോഗിക്കുന്ന പദമാണ് ശ്രദ്ധേയം. ഇതെനിക്ക് പറഞ്ഞു തന്നത് കഴിഞ്ഞ ആഴ്ചത്തെ സമാനമായ വചന വിചിന്തനം സിറോ മലബാറിൽ പറഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരൻ കുര്യൻ പെരുമ്പള്ളിക്കുന്നേൽ അച്ഛനാണ് ഈ തമിഴ് പദത്തിലേക്ക് സൂചനയിട്ടത്. എനിക്ക് തമിഴ് അറിയാൻ മേല. അദ്ദേഹം പറഞ്ഞു, പരിശുദ്ധാത്മാവിന് തമിഴിൽ പറയുന്നത് പരിശുദ്ധ ആവി എന്നാണ്. അതായത് ജലത്തിൽ മുങ്ങുന്നവൻ നിറയുന്നത് ആവിയിലാണ്. ജലത്തിൽ മുങ്ങുന്ന ഈശോ നിറയുന്നത് ആത്മാവിലാണ് എന്ന് പറഞ്ഞാൽ ആവിയിലാണ്. അതായത് ജലവും ആവിയും തമ്മിലുള്ള ബന്ധവും വ്യത്യാസവും തിരിച്ചറിയണം. ജലത്തിൽ മുങ്ങുന്നവൻ നിറയുന്നത് പരിശുദ്ധ ആവിയിലാണ്. അങ്ങനെ ജലത്തിൽ മുങ്ങി ആവിയിലേക്ക്, പരിശുദ്ധ ആവിയിലേക്ക് നിറയുന്ന ഈശോ ഉണർന്നു വരുന്നത് അവൻ ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പുത്രനാണ് എന്നുള്ള അവബോധത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈശോയുടെ ഈ സ്നാനത്തിൻ്റെ സവിശേഷത. മറ്റ് ആൾക്കാരിൽ നിന്നും ഈശോയെ വ്യത്യസ്തനാക്കുന്നത്, സവിശേഷനാക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയുകയും ആ ഈശോയുടെ അവബോധത്തിലേക്ക് ഉണർന്നു വരാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈശോയുടെ സ്നാനവും ജനത്തിൻ്റെ സ്നാനവും തമ്മിൽ വ്യത്യാസപ്പെടുത്തുന്നത് 2 കൂട്ടരും മുങ്ങുന്ന ജലം, അത് 2 കൂട്ടർക്കും പൊതുവാണ്. എന്നാൽ ഈശോ ജലത്തിൽ മുങ്ങി ഉണർന്നു വരുമ്പോൾ അവൻ ആത്മാവിൽ, ആവിയിൽ നിറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്ന ഈ ജലം ഒരു പ്രതീകമാണ്. അത് ഒരു അടയാളം, ഒരു സൂചനയും മാത്രമാണ്. അത് വ്യക്തമാകുന്നത് 3 അധ്യായം 8 വചനത്തിലാണ്. അതായത്, ഞങ്ങൾക്ക് പിതാവായി അബ്രാഹമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനിക്കേണ്ട. ജനത്തോട്, സ്നാനമേൽക്കാൻ വരുന്ന ജനത്തോട് സ്നാപകൻ പറയുന്നതാണ്, നിങ്ങളുടെ ശ്രദ്ധയും നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ അഹങ്കാരവും നിറഞ്ഞു നിൽക്കുന്നത് പിതാവായി അബ്രാഹമുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ശ്രദ്ധയിരിക്കുന്നത് അവരുടെ കുലമഹിമയിലാണ്, പാരമ്പര്യത്തിലാണ്. ആ പാരമ്പര്യവും കുലമഹിമയും പ്രതിനിധാനം ചെയ്യുന്ന ഭൗതികമായ ഘടകങ്ങളിലാണ്. ഇതിനെ തന്നെയാണ് ഒരർത്ഥത്തിൽ ജലം പ്രതിനിധാനം ചെയ്യുന്നത്. ജലം പ്രതിനിധാനം ചെയ്യുന്നത് ഈ പറയുന്ന ഭൗതിക ഘടകങ്ങളെയാണ്. ഇതെങ്ങനെയാണ് നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റുന്നത്? അത് എളുപ്പമാണ്. ഏതൊക്കെയാണ് മരണത്തോടുകൂടെ നമ്മിൽ നിന്നും കൈവിട്ടു പോകുന്നത്? അതൊക്കെ ഈ ജലം പ്രതിനിധാനം ചെയ്യുന്ന പിതാവായി അബ്രാഹമുണ്ട് എന്ന് പറയുന്ന മനോഭാവത്തിൻ്റെ ഘടകങ്ങളാണ്. അതേതൊക്കെയാ? ഒന്ന് ഓർത്തു നോക്കിക്കേ. മരണത്തോടെ നമ്മളിൽ നിന്നും കൈവിട്ടു പോകുന്നത് ഈ സമൂഹത്തിൽ ഞാൻ ആർജിക്കുന്ന സ്ഥാനമാനങ്ങൾ മരണത്തോടെ ഇല്ലാതാകും. ഞാൻ ആർജിച്ചെടുക്കുന്ന സമ്പത്ത്, സമ്പാദ്യം, പണം ഇല്ലാതാകും. എന്തിന്? ഞാൻ ജനിക്കുമ്പോൾ 2.25 കിലോ മാത്രമുണ്ടായിരുന്ന ഈ ശരീരം വളർന്ന് 60, 67, 70 കിലോയാകുന്ന ഈ ശരീരം നഷ്ടപ്പെടും. പോരാ, എന്തിന്? അതിൻ്റെ പിറകിൽ നിൽക്കുന്ന മനസ്സ്, അതും ഞാൻ ആർജിച്ചെടുത്തതാണ്, അതും നഷ്ടപ്പെടും. ഇതൊക്കെ മരണത്തോടെ നഷ്ടപ്പെടുന്ന
ഘടകങ്ങളാണ്. ഇതിനെയൊക്കെയാണ് ജലം പ്രതിനിധാനം ചെയ്യുന്നത്. ഇതിലേക്കൊക്കെയാണ് ഞങ്ങൾക്ക് പിതാവായ അബ്രാഹമുണ്ട് എന്ന് പറയുന്ന ജനത്തിൻ്റെ മനസ്സ് ഇതിലൊക്കെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഇങ്ങനെ മരണത്തോടെ കടന്നു പോകുന്ന ഈ ഘടകങ്ങളിൽ നിന്നൊക്കെ ഒരകലം പാലിക്കുന്നിടത്താണ് ഒരുത്തൻ ആത്മാവാൽ നിറയുന്നത്. അതായത് ജലത്തിൽ നിന്നും ആത്മാവിലേക്ക്, ജലത്തിൽ നിന്നും ആവിയിലേക്ക്, ജലത്തിൽ നിന്നും പരിശുദ്ധ ആവിയിലേക്കുള്ള വളർച്ച, അതാണ് ഈശോയിൽ സംഭവിക്കുന്നത്. അതാണ് ഇന്ന് ക്രിസ്തു ശിഷ്യരായ എന്നോടും നിങ്ങളോടും ഈശോ ആവശ്യപ്പെടുന്നത്. സ്നാനം ജലത്തിൽ സ്വീകരിക്കുന്നു, പക്ഷേ നിങ്ങൾ പരിശുദ്ധ ആവിയിലേക്ക് രൂപാന്തരപ്പെട്ടിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ടുണ്ടോ? ജലം ആവിയാകണമെങ്കിൽ ജലത്തിൻ്റെ ചില ഭൗതിക ഘടകങ്ങളോട് ജലം തന്നെ വിട പറയണം. അതാണ് സത്യം. എങ്കിലേ അത് ആവിയായിട്ട് മാറുള്ളൂ. അതുതന്നെയാണ് ഇവിടെയും ജലം പ്രതിനിധാനം ചെയ്യുന്ന മരണത്തോടെ എന്നിൽ നിന്നും അകന്നു പോകുന്ന ഘടകങ്ങളോടൊക്കെ ഞാൻ ഒരകലം പാലിക്കുന്നിടത്താണ് ഞാൻ ആവിയിൽ, പരിശുദ്ധ ആവിയിൽ, പരിശുദ്ധാത്മാവിൽ നിറയുന്നതും ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ള അവബോധത്തിലേക്ക് ഉണരുന്നതും. ഇവിടെ മരണത്തോടെ എന്നിൽ നിന്നും അകന്നു പോകുന്ന, അല്ലെങ്കിൽ ഞാൻ വിട പറഞ്ഞു പോകുന്ന ഘടകങ്ങൾ, അത് തിരിച്ചറിയുമ്പോൾ ശരിക്കു പറഞ്ഞാൽ ഞാൻ എന്നോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഞാൻ ആരാണ്? ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് ആത്മാർത്ഥമായിട്ട് ഉത്തരം പറയുമ്പോഴാണ് ഈ ഒരു തിരിച്ചറിവിലേക്കും അവബോധത്തിലേക്കും വളരുന്നത്. ഞാൻ എൻ്റെ ശരീരമാണോ? അല്ലല്ലോ. ഞാൻ എൻ്റെ ഭൗതിക സമ്പത്തുകളാണോ? അല്ലല്ലോ. ഇതെല്ലാം മരണത്തോടെ കടന്നു പോകും. ഞാൻ എൻ്റെ മനസ്സും അതിൻ്റെ ചിന്തകളുമാണോ? അല്ലല്ലോ. ഇതിൻ്റെയൊക്കെ പിറകിൽ നിൽക്കുന്ന, ഇതിനെയൊക്കെ സജീവമാക്കുന്ന എന്നിലെ ജീവൻ, മരണം കഴിഞ്ഞാലും മരണത്തിന് പോലും കെടുത്തിക്കളയാൻ പറ്റാത്ത എന്നിലെ ജീവന്റെ അംശം, അതല്ലേ ഞാൻ. ഈ ജീവന്റെ അംശമാണ് ഞാനെന്നുള്ള തിരിച്ചറിവ്, അതാണ് സ്നാനത്തിൻ്റെ സമയത്ത് ആത്മാവ് പരിശുദ്ധ ആവിയാൽ നിറയുന്ന ഈശോയ്ക്കുണ്ടാകുന്നത്. നീ ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് പറഞ്ഞാൽ ദൈവമെന്ന ജീവകാരണത്തിൻ്റെ മകനാണ്, ദൈവമെന്ന ജീവന്റെ തന്നെ അംശമാണ് എന്നുള്ള അനുഭവത്തിലേക്ക് ഈശോ ഉണർന്നു വരുന്നു. ഇതാണ് സ്നാനത്തിൽ ഈശോയിൽ സംഭവിച്ചത്. ഇതാണ് ഏതൊരു ക്രിസ്തു ശിഷ്യനിലും സംഭവിക്കേണ്ട കാര്യം. നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ചെറുപ്പത്തിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ സ്നാനം സ്വീകരിച്ചു, എന്നിട്ടും നമ്മൾ ക്രിസ്തുവായി രൂപാന്തരപ്പെട്ടിട്ടുണ്ടോ? എത്രയോ പ്രാവശ്യം നമ്മൾ കുരിശിൻ്റെ വഴിയെ നടന്നു, പക്ഷേ എന്നിട്ടും നമ്മൾ കുരിശിൽ മരിച്ചിട്ടുണ്ടോ സ്നേഹത്തോടെ? എത്രയോ പ്രാവശ്യം നമ്മൾ വിശുദ്ധ ബലി അർപ്പിച്ചു, പക്ഷെ ജീവിതത്തിൽ നമ്മൾ ഇതുവരെ ബലിയായി തീർന്നിട്ടുണ്ടോ? ജ്ഞാനസ്നാനത്തിൽ ഈശോ എന്നോട് ആവശ്യപ്പെടുന്നത് ഇതാണ്. വെള്ളത്തിൽ സ്നാനം സ്വീകരിക്കുന്ന നീ ആവിയാൽ, പരിശുദ്ധ ആവിയാൽ നിറയാൻ, പരിശുദ്ധ ആവിയിലേക്കുള്ള ആ വലിയ മാറ്റം, ജലത്തിൽ നിന്നും ആവിയിലേക്കുള്ള മാറ്റത്തിന് വിധേയമാകാൻ ഈശോ എന്നോട് ആവശ്യപ്പെടുന്നു. അതിനെന്ത് ചെയ്യണം? ഈ ജലം പ്രതിനിധാനം ചെയ്യുന്ന ഘടകങ്ങളൊക്കെ, മരണത്തോടെ എന്നിൽ നിന്നും കൈവിട്ടു പോകുന്ന ഘടകങ്ങളോട് ഹൃദയം കൊണ്ടൊരു അകലം പാലിക്കുക എന്ന് പറഞ്ഞാൽ അതിന് നേരെ തിരിച്ച. അങ്ങനെ അകലം പാലിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ശരീരത്തിനും മനസ്സിനും പിറകിൽ നിൽക്കുന്ന നിന്നിലെ ജീവനിലേക്ക് നിന്റെ ശ്രദ്ധ വരും. ജീവനെ കൂടുതൽ ശ്രദ്ധിക്കുന്നു, ആ ജീവനെ വളർത്താൻ ശ്രമിക്കുന്നു. ആ ജീവന്റെ വളർച്ചയിലും ജീവന്റെ നിറവിലേക്കും ശ്രദ്ധ പോകുമ്പോൾ നീ ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ള അവബോധത്തിലേക്ക് നീ വളർന്നു വരുന്നു. ഇതാണ് ഈശോ ആവശ്യപ്പെടുന്നത്. ജലത്തിൽ സ്നാനം സ്വീകരിച്ചവൻ ആവിയിൽ, അരൂപിയിലേക്ക് രൂപാന്തരപ്പെടുന്ന അവസ്ഥ, ദൈവത്തിൻ്റെ ജീവൻ അതിലേക്ക് ശ്രദ്ധിക്കുന്ന അവസ്ഥ, ദൈവത്തിൻ്റെ മകനാണ്, മകളാണ് എന്നുള്ള അനുഭവത്തിലേക്ക് ഉണർന്നു വരുന്ന അവസ്ഥ. അങ്ങനെ ഉണർന്നു വരുന്ന ഈശോയ്ക്ക് സംഭവിക്കുന്നത് എന്താണ്? താൻ ദൈവത്തിൻ്റെ മകനാണ് എന്ന് തിരിച്ചറിയുന്നവൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ ചുറ്റിലും കാണുന്നതൊക്കെ ദൈവത്തിൻ്റെ ജീവന്റെ അംശങ്ങളാണ്. മനുഷ്യരും പ്രകൃതിയിലെ ജീവജാലങ്ങളും എല്ലാം ദൈവത്തിൻ്റെ അംശങ്ങളാണ്. അതുകൊണ്ടാണ് അവരൊക്കെ സഹോദരങ്ങളായി ഈശോയ്ക്ക് മാറുന്നത്. അതിൻ്റെ അവതരണമായിരുന്നു ദൈവരാജ്യം, ദൈവഭരണം, ദൈവം പിതാവും മറ്റെല്ലാം ദൈവത്തിൻ്റെ മക്കളെന്ന രീതിയിൽ സഹോദരരുമായി തീരുന്ന അവസ്ഥ. ശരിക്കു പറഞ്ഞാൽ
ക്രിസ്തു കഴിഞ്ഞാൽ ഈ അവസ്ഥയിലേക്ക് ഏറ്റവും പ്രത്യക്ഷമായിട്ട് ഉണർന്ന് വളർന്നു വന്നിട്ടുള്ളത് അസീസിയിലെ ഫ്രാൻസിസാണ്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് അസീസി കണ്ടുമുട്ടിയ എല്ലാത്തിനെയും സഹോദരനും സഹോദരിയുമായി കണ്ടത്. മനുഷ്യരെ മാത്രമല്ല, ഈ പ്രകൃതിയിലെ പക്ഷികളെയും മൃഗങ്ങളെയും ചെടികളെയും മത്സ്യങ്ങളെയും സഹോദരങ്ങളായിട്ട് കണ്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. എന്തിന്? അവസാനം കടന്നു വന്ന മരണത്തെ പോലും ഫ്രാൻസിസ് വിളിക്കുന്നത് സഹോദരി എന്നാണ്. ഇന്ന് സ്നാനം അനുസ്മരിക്കുമ്പോൾ, ഈശോയുടെ സ്നാനം അനുസ്മരിക്കുമ്പോൾ ഈശോ എന്നോട് ആവശ്യപ്പെടുന്നത് ഈ ഒരു വളർച്ചയിലേക്ക് ഉയരാനാണ്. വെള്ളത്തിൽ നിന്നും ആവിയിലേക്കുള്ള വളർച്ച, വെള്ളം പ്രതിനിധാനം ചെയ്യുന്ന ഘടകങ്ങളിൽ നിന്നും, മരണത്തോടെ എന്നിൽ നിന്നും അകന്നു പോകുന്നവയിൽ നിന്നും ഒരകലം പാലിച്ച് അതിനപ്പുറത്തേക്ക് കടക്കുന്ന എന്നിലെ ജീവനെ കൂടുതൽ ശ്രദ്ധിക്കാൻ, ആ ജീവനെ വളർത്താൻ, ആ ജീവന്റെ വളർച്ചയിൽ ശ്രദ്ധ ഊന്നി ജീവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ചുറ്റുമുള്ള എല്ലാ ജീവനെയും സഹോദരിയുമായി കണ്ടറിഞ്ഞ് ജീവിക്കുന്ന അവസ്ഥ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നീ എന്നോട് ആവശ്യപ്പെടുന്നത് തിരിച്ചറിയാനുള്ള കൃപ തരേണമേ. എൻ്റെ ഉള്ളിൽ ഒരു ക്രിസ്തു ഉണ്ട്, എൻ്റെ ഉള്ളിൽ ഒരു ദൈവത്തിൻ്റെ മകനുണ്ട്, മകളുണ്ട്. ഈശോയെ, ആ ജീവനെ തിരിച്ചറിഞ്ഞ് അതിനെ ശ്രദ്ധിച്ച് ജീവിക്കുമ്പോൾ ഞാൻ ക്രിസ്തുവിലേക്ക് വളരുകയാണ്, ദൈവത്തിൻ്റെ മകനായി മകളായി വളരുകയാണ്. അതിനുള്ള മനസ്സിൻ്റെ ശ്രദ്ധ എനിക്ക് നീ തരേണമേ. മരണത്തോടെ എന്നിൽ നിന്നും കടന്നു പോകുന്ന ഘടകങ്ങളിൽ നിന്നും മനസ്സുകൊണ്ടൊരകലം പാലിച്ച് എന്നിലെ ജീവന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ജീവിക്കാനുള്ള വലിയ അനുഗ്രഹം തരേണമേ. ആമേൻ.